ഈഹായിൽ ലോഗിൻ ചെയ്യാൻ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ജാലസ്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപ്പം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സൈൻ മീ അപ്പ് അവിടെ ക്ലിക്ക് ചെയ്യുക. കൺഫേം കൊടുക്കുക. ക്ലോസ് കൊടുക്കുക. താഴെ ഡിസ്മിസ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്. ബാക്കി പിന്നെ പറയാം. ഹലോ, നമസ്കാരം. ഈഹായിലെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സെപ്റ്റംബർ 27 ഈഹ റീലോഞ്ചിങ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ ന്യൂസ് ലെറ്ററാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മലയാളത്തിൽ പറയാം. ഈഹ വെബ്സൈറ്റ് അക്കൗണ്ട് രജിസ്ട്രേഷൻ 2026 സെപ്റ്റംബർ 27 ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്യും. ഓക്കെ, അന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും. അതായത് ജാലൈഫ് സ്റ്റൈലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിമിൽ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, പുതിയ അഫിലിയേറ്റ് കമ്പനിയായിട്ടാണ് ഈഹ ഇപ്പോൾ ടൈപ്പായിരിക്കുന്നത്. ഓക്കെ, വരുമാനവും കൂടുതൽ ലാഭവും നേടാനുള്ള പുതിയ വഴികൾ ഒരുക്കുന്നു. അവരുടെ ഘടനകളും പ്രോഗ്രാമുകളും ഈഹയേക്കാൾ കൂടുതൽ വരുമാനം നൽകാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇനി കമ്പനിയോട് ചോദിച്ച ചോദ്യങ്ങളും കമ്പനി നൽകുന്ന ഉത്തരങ്ങളും. സെപ്റ്റംബർ 27 തുറക്കുന്ന ഈഹ അക്കൗണ്ട് ഒരു പുതിയ പതിപ്പ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഏറ്റവും പുതിയ വാർത്താക്കുറിപ്പിൽ അടുത്തിടെ അവതരിപ്പിച്ച അവസരം നിങ്ങൾക്കെല്ലാവർക്കും ഒരു അവിശ്വസനീയമായ അവസരത്തെ പ്രതിനിധീകരിക്കുന്നു. ഇതൊരു പുതിയ ഈഹ പ്രോഗ്രാമോ ഹൈബ്രിഡ് ബിസിനസ് മോഡലോ അല്ലെന്ന കാര്യം ശ്രദ്ധിക്കുക. പകരം സ്വതന്ത്രവും സുസ്ഥിരവുമായ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഓക്കെ, സെപ്റ്റംബർ 27 രജിസ്ട്രേഷൻ. ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ലോഗിൻ ചെയ്യാൻ മതി. ലോഗിൻ ചെയ്ത തന്നെ പേര് പരസ്യങ്ങൾ ആരംഭിക്കുമോ? പേര് പരസ്യങ്ങൾ എപ്പോൾ തുടങ്ങും? വരുമാനം എപ്പോൾ തുടങ്ങും? നിങ്ങളുടെ സ്ഥലം സുരക്ഷിതമാക്കാൻ ആവശ്യമായ പ്രവർത്തനം. ഈ മഹത്തായ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് ഉറപ്പാക്കാൻ 27 രജിസ്ട്രേഷൻ തുടങ്ങാൻ ഈഹ വെബ്സൈറ്റിൽ നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുകയും സജീവമാക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ്. പേര് പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് മുൻഗണന നൽകും. ഓക്കെ, ഈഹയുടെയും അതിൻ്റെ അനുബന്ധ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളുടെയും പുതിയ ആരംഭത്തോടെ പേര് പരസ്യങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും പ്ലാറ്റ്ഫോം ആരംഭിച്ചതിന് ശേഷം പേര് പരസ്യങ്ങൾ ഉടൻ ലഭിക്കില്ല എന്ന് കമ്പനി വ്യക്തമാക്കി. വരുമാനം നേടുന്നതിന് ഉപയോക്താക്കൾ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കി അവരുടെ അക്കൗണ്ടുകൾ സജീവമാക്കണം. പ്ലാറ്റ്ഫോമിൽ പരസ്യങ്ങൾ സജീവമായി ആയാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ജാലൈഫ് എന്ന നിലവിലുള്ള അവസ്ഥ എന്താണ്? ഈ പുതിയ അവസരത്തിൽ ജാലൈഫ് ഉൾപ്പെട്ടിട്ടില്ല. ജാലൈഫ് ഒരു പുതിയ മാനേജ്മെൻറ്റും പുതിയ കമ്പനിയുമായി ഏറ്റെടുക്കും. അതിൻ്റെ അപ്ഡേഷൻ ഇനിയേ വരക്കുള്ളൂ. ഓക്കെ, ജാലൈഫ് എന്ന നിലവിലുള്ള ഉപയോക്താക്കൾക്ക് ഈഹ ആക്സസ് ചെയ്യുന്നതിനും അവരുടെ മുൻ ലോഗിൻ യൂസറുടെയും പാസ്വേഡും ഉപയോഗിക്കാമോ? അതോ പുതിയ അക്കൗണ്ട് സൃഷ്ടിക്കാനുണ്ടോ? നിലവിൽ ജാലൈഫിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ച് ഈഹയിൽ ലോഗിൻ ചെയ്യാൻ മാത്രം മതി. ഓക്കെ, ഈഹ ജാലൈഫ് എന്നിവ നിലവിൽ ഒരുമിച്ച് പ്രവർത്തനമുണ്ടോ അതോ പ്രത്യേക സ്ഥാപനങ്ങളാണോ? തികച്ചും വ്യത്യസ്തമായ കമ്പനി.
ജാദ് ഈഹ എന്നിവയ്ക്കുള്ള പേയ്മെന്റ് രീതികളും പ്രവർത്തന പ്രക്രിയകളും എന്തൊക്കെയാണ്? ജാദ് ഒരു പുതിയ മാനേജ്മെന്റും കമ്പനി ഏറ്റെടുക്കും. കൂടുതൽ വാർത്തകൾ വരാനിരിക്കുന്നു. ഓക്കെ. ഈഹയ്ക്ക് ഞങ്ങളുടെ ഏറ്റവും പുതിയ വാർത്താക്കുറിപ്പ് അവതരിപ്പിച്ച സമീപകാല അവസരം നിങ്ങൾക്കെല്ലാവർക്കും അവിശ്വസനീയമായ അവസരപ്പെടുകയായിരിക്കും. ഓക്കെ. ഈഹ കമ്പനി പുതിയ അഫിലിയേറ്റ് കമ്പനിയായിട്ടാണ് ടൈപ്പ് ചെയ്തേക്കുന്നത് ഇപ്പോൾ. ഏത് കമ്പനിയാണെന്നുള്ളത് അടുത്ത ന്യൂസിലേക്ക് അറിയിക്കും. മികച്ച രീതിയിൽ വരുമാനം നേടിയതിനു ശേഷം അത് ബാങ്ക് അക്കൗണ്ടിലോ ക്രിപ്റ്റോ കറൻസി വഴിയോ മറ്റേതെങ്കിലും ഓപ്ഷൻ വഴിയോ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതായത് പരസ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വരുമാനം നേടിക്കഴിഞ്ഞാൽ. ഓക്കെ. ഇതിനൊക്കെ രജിസ്റ്റർ ചെയ്യുക സൗകര്യമായ ജോലി തുടരാനാകും. ഈ അവസരം സൗജന്യമാണ്. ഓക്കെ. ടോട്ടൽ 2 ലക്ഷം ഉപഭോക്താക്കൾ ഈഹയുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരും. ഓക്കെ. ബാക്കി വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാകും. ബാക്കി പിന്നെ പറയാം. ഓക്കെ. ഇപ്പോൾ തൽക്കാലം മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത്. മൊത്തം വായിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത്. ഓക്കെ. ഇത് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഈഹയിലെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ. ഇപ്പം തൽക്കാലം മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വെച്ചേക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ, പരസ്യങ്ങൾ എങ്ങനെ വരും, വരുമാനം എങ്ങനെയൊക്കെ എന്നുള്ള അപ്ഡേഷൻ അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ അറിയിക്കും. അതേപോലെ ജാദ് പുതിയ അപ്ഡേറ്റും അടുത്ത വീഡിയോയിൽ അടുത്ത ന്യൂസിലേക്ക് വരുമ്പോൾ അറിയിക്കാം. ഇപ്പം തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.